ഷിനോബി വേൾഡിനു മുമ്പ്, ചക്രയുടെ ഉത്ഭവത്തിനു മുമ്പ്, ശക്തി എന്ന സങ്കല്പത്തിനു മുൻപ് ദൈവങ്ങൾക്ക് മുകളിൽ നിന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. എല്ലാ ജുത്സുവിന്റെയും എല്ലാ വിധിയുടെയും ജനനം അവിടെ നിന്നായിരുന്നു. ഇദ്ദേഹം തന്നെയാണ് ഒരു വലിയ ബീസ്റ്റിൽ നിന്ന് 9 ഡിഫറെന്റ് ടൈൽഡ് ബീസ്റ്റിനെ സൃഷ്ടിച്ചത്. അവന്റെ കൈകളിൽ നിന്നാണ് ലോകം പിറന്നത്. അവനൊരു ഇതിഹാസമല്ല, അവനാണ് ഉത്ഭവം. അവൻ തന്റെ ശരീരത്തിനുള്ളിൽ ഒരു ദൈവത്തെയും ഹൃദയത്തിനുള്ളിൽ മനുഷ്യത്വത്തിന്റെ ഭാരത്തെയും വഹിച്ചു. ചിലർക്ക് അവനൊരു രക്ഷകനായിരുന്നു, മറ്റുള്ളവർക്ക് അതൊരു മിഥ്യയായിരുന്നു. എന്നാൽ അവന്റെ നിഴലാണ് വരുവാനിരിക്കുന്ന എല്ലാ ഷിനോബികളുടെയും വിധിയെ തന്നെ രൂപപ്പെടുത്തിയത്. എന്നാൽ അദ്ദേഹം മനുഷ്യർക്ക് നൽകിയ ശക്തിയിൽ കാലാന്തരത്തിൽ അതൊരു ശാപമായി മാറി. ദൈവങ്ങൾക്ക് പോലും സ്വന്തം സൃഷ്ടിയുടെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് തെളിയിച്ച നിത്യതയുടെ പ്രതിധ്വനിയായ സേജ് ഓഫ് സിക്സ് പാത്ത് എന്നറിയപ്പെടുന്ന സാക്ഷാൽ ഹാഗറോമോ ഔട്സുക്കി. ഓക്കെ ഫൈൻ, ഹാഗറോമോ ഔട്സുക്കി. നാറുട്ടോ എന്ന് പറയുന്ന സീരീസ് തുടക്കം മുതൽ കണ്ടവർക്കാണെങ്കിൽ അറിയാം, ഹാഗറോമോ ഔട്സുക്കി കൊടുത്ത ഒരു ഇമ്പാക്റ്റും ബിൽഡപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സേജ് ഓഫ് സിക്സ് പാത്ത് എന്നായിരുന്നു അദ്ദേഹത്തിനെ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന് നമ്മൾ സേജ് ഓഫ് സിക്സ് പാത്ത് ആയിട്ടുള്ള ഹാഗറോമോ ഔട്സുക്കിയുടെ ഫുൾ ലൈഫ് സ്റ്റോറിയാണ് നോക്കുന്നത്. അതായത് ഒറിജിനും ഹാഗറോമോയുടെ കൂടെപ്പറപ്പുകളും അമ്മയായ കാഗുകയും മക്കളായിട്ടുള്ള ഇന്ദ്രയും അസുരയുടെയും യുദ്ധവും എങ്ങനെയാണ് നിഞ്ചിറ്റ്സു ക്രിയേറ്റ് ചെയ്തതെന്നും റെനഗനും പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എങ്ങനെയാണ് ഉണ്ടായതെന്നും ഷരിങ്കൻ എങ്ങനെയാണ് ഉണ്ടായതെന്നും ഡെത്തും ആഫ്റ്റർ ലൈഫും നടക്കുന്ന ഒരു കുഞ്ഞ് സമ്മറൈസ്ഡ് വേർഷൻ ഓഫ് വീഡിയോ ആയിരിക്കും ഇത്. എന്നിരുന്നാലും ഹാഗറോമോ ഔട്സുക്കിയുടെ ലെഗസി ഇമ്പാക്റ്റും നമ്മൾ ഇതിനത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ മൂവിങ് ഓൺ ടു ദി സ്റ്റോറി. ഒറിജിൻ അല്ലെങ്കിൽ ദ ബർത്ത് ഓഫ് എ ഗോഡ്. ഒരു വൺ വേ സെന്റൻസിൽ ഹാഗറോമോ ഔട്സുക്കിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: ആൻ എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ് ഫ്രം ഔട്സുക്കി ക്ലാൻ. അമാനുഷികമായ ഒരു ക്ലാനിൽ നിന്ന് ജനിച്ച കാഗുയ ഔട്സുക്കിയുടെ മകനാണ് ജന്മം കൊണ്ട് ഹാഗറോമോ ഔട്സുക്കി. ഷോർട്ട് വേർഷനായിട്ട് ഈ ഔട്സുക്കി ക്ലാനിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു തരം വംശമാണ്. അതായത് സെലസ്റ്റിയൽ ഹാർവസ്റ്റേഴ്സ് എന്നൊക്കെ വിളിക്കാം. പ്ലാനറ്റിൽ നിന്ന് വേറൊരു പ്ലാനറ്റിലേക്ക് പോയിട്ട് അവിടെ ഗോട്രീഡ്സ് പ്ലാന്റ് ചെയ്ത് അതിൽ നിന്ന് ചക്ര അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ലൈഫ് ഫോഴ്സിന് വേണ്ടി ജീവിക്കുന്ന ഒരു ക്ലാനാണ് ഔട്സുക്കി ക്ലാൻ. ആ ക്ലാനിൽപ്പെട്ട കാഗുയയുടെ മകനാണ് ഹാഗറോമോ ഔട്സുക്കി. സോ അങ്ങനെ ഇരിക്കെ നമ്മുടെ കാഗുയ 1000-10,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എർത്തിലേക്ക് വരികയും അവിടെ നിന്ന് ഒരു ഗോഡ് ട്രീ പ്ലാൻ ചെയ്യുകയും അതിന്റെ ഫ്രൂട്ട് കൺസ്യൂം ചെയ്യുകയും ചെയ്തു. അങ്ങനെ കാഗുയ ഫസ്റ്റ് വീൽഡർ ഓഫ് ചക്ര ഓൺ എർത്ത് എന്ന് പറയുന്ന ഒരു ടൈറ്റിലിന് അർഹയാവുകയും മാറുകയും ചെയ്തു. എന്നാൽ കാഗുയയ്ക്ക് ആ പവർ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര ഒരു ഡിക്റ്റേറ്റർഷിപ്പ് പോലെയായിരുന്നു. ഹ്യൂമാനിറ്റീനെ റൂൾ ഓവർ ചെയ്ത് തന്നെ പറയാം. ഇമ്മൻസ് പവറും ഫിയറും ആണല്ലോ കയ്യിലിരിക്കുന്നത്. സോ അങ്ങനെ 10 ടൈൽസിന്റെ ഒരു പവർ ഉണ്ട്. അതായത് ഗോട്രിയുടെ ഒരു മോൺസ്ട്രസ് ഫോമാണ് 10 ടൈൽസ് അല്ലെങ്കിൽ ജൂബി. ഈ ജൂബിയുടെ പവർ ഉപയോഗിച്ച് കാഗുയ അതുമായിട്ട് മെർജ് ചെയ്ത് ഒരു അൺസ്റ്റോപ്പബിൾ ബീയിങ് ആയി മാറി. അതിന്റെ പേരാണ് റാബിറ്റ് ഗോഡസ് ഷിൻജു നു മെഗാമി. തുടർന്ന് കാലാന്തരത്തിൽ അവര് ഒരു ഹ്യൂമനുമായിട്ട് യൂണിയൻ ചെയ്തുണ്ടായ 2 മക്കളാണ് ഹാഗറോമോ ഔട്സുക്കിയും ഹാമുറ ഔട്സുക്കിയും. അതായത് ഹാഗറോമോയുടെ സിബ്ലിംഗ് അല്ലെങ്കിൽ അനിയനാണ് ഹാമുറ. കഥയിലും അല്ലെങ്കിൽ മാങ്കയിലും 2 പേരും ഡിവൈൻ ചക്ര കാഗുയയിൽ നിന്ന് അബ്സോർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കാലാന്തരത്തിൽ ഹാഗറോമയും ഹാമുറയും വളർന്നു വന്നു. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് കാഗുയ സത്യം പറഞ്ഞ ഒരു ഈവിൾ ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അവർ ഹ്യൂമാനിറ്റീനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. എന്നിട്ട് ഹാഗറോമയും ഹാമുറയും കൂടെ ഒരുമിച്ച് ചേർന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ ഒരു ഫൈറ്റൊക്കെ ഉണ്ടായി. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. എന്നിരുന്നാലും എല്ലാത്തിൻ്റെയും ഒടുവിൽ ഇവർ ട്രെയിൻ ചെയ്ത് അവരുടെ ഇമ്മൻസ് പവർ ആയിട്ടുള്ള അവർ അബ്സോർവ് ചെയ്തിട്ടുണ്ടല്ലോ, കാഗുയയുടെ മക്കളാണല്ലോ, അവർ അവൈക്കൺ ചെയ്തും അവർ കാഗുയനെ കൺഫ്രണ്ട് ചെയ്യുകയാണ്. അങ്ങനെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനൊടുവിൽ അവസാനം 2 പേരും കൂടെ ചേർന്ന് കാഗുയനെ സീൽ ചെയ്ത് അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ബോഡി അല്ലെങ്കിൽ ജൂബി 10 ടൈൽസിനെ സീൽ ചെയ്തു. ആരുടെ ഉള്ളിൽ? ഹാഗറോമോയുടെ ഉള്ളിൽ തന്നെ. അങ്ങനെ ഹാഗറോമോ ഔട്സുക്കി ഫസ്റ്റ് ജിൻജുറുക്കി ഇൻ ഹിസ്റ്ററിയായി. ജിൻജുറുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബീസ്റ്റിനെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഹോസ്റ്റ് ആയിട്ടാണ് അത് നിൽക്കുന്നതെങ്കിൽ നമ്മളൊരു ജിൻജുറുക്കിയാണ്. അങ്ങനെ 10 ടൈൽസിന്റെ ഫസ്റ്റ് ജിൻജുറുക്കിയായി ഇൻ ദ ഹിസ്റ്ററിയിൽ തന്നെ നമ്മുടെ ഹാഗറോമോ ഔട്സുക്കി മാറി. ഈ ഒരു ആക്റ്റാണ് അദ്ദേഹത്തിന് സേജ് ഓഫ് സിക്സ് പാത്ത് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ കൊടുത്തത്. ഇതേ തുടർന്നാണ് അദ്ദേഹം
നിൻഷു എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്തത്. ഇതിന്റെ കാലാന്തരത്തിലുള്ള എവോൾവേഷനാണ് നിൻജിത്സു. പറഞ്ഞു തരാം. അതായത് ഇദ്ദേഹം സത്യം പറഞ്ഞാൽ ചക്ര വെച്ച് ഹ്യൂമാനിറ്റീനെ ഫിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇദ്ദേഹത്തിന്റെ അമ്മ. ഇതിൽ നിന്നൊരു ഡിഫറൻസ് വരുത്തണമെന്നും ഒരു പീസ് ഹ്യൂമാനിറ്റിക്ക് കൊടുക്കണമെന്നും വിചാരിച്ചിട്ട് ചക്രനെ ഒരു വെപ്പണല്ല മറിച്ച് ഒരു കണക്ഷനായി രൂപാന്തരപ്പെടുത്തി എടുത്ത് ഒരു സ്പിരിച്വൽ ഫോഴ്സ് എന്ന രൂപേണ ഹ്യൂമാനിറ്റിക്ക് കൊടുത്തു. ഈ ഒരു ഫിലോസഫിക്ക് അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വേർഡായിരുന്നു നിൻഷു, ദ വേ ഓഫ് ദ നിൻജ പ്രീസ്റ്റ്. ഇതാണ് ലേറ്റർ ഡീജനറേറ്റ് ചെയ്ത് നിൻജിത്സുയിലേക്ക്. അത് കഴിഞ്ഞൊരു വെപ്പണായി മാറി. എന്തിന്? പാത്ത് ടു പീസിൽ നിന്ന് സംതിങ് ഹോഗറോമോ ഡീപ്ലി റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തന്നെ നിൻജിത്സു മാറി. ഹാഗറോമോ ഓട്സുത്സുക്കിയുടെ മെയിൻ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് റിനഗന് കൊടുത്തിരിക്കുന്ന ബിൽഡപ്പ് ഒന്നും ഷരിങ്കാനും നമ്മുടെ ബ്യാഗുഗാനും പോലും ഇല്ല. അത്രയ്ക്ക് ആ പെയിനർക്ക് കണ്ടറിയാം റിനഗന്റെ പവർ. സോ റിനഗൻ എന്ന് പറയുന്നത് അത്ര ഗോട്ട്ലി ആയിട്ടുള്ള ഡൊജിറ്റ്സു ആണ്. ഈ ഡൊജിറ്റ്സു കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ അസുരയുടെയും ഇന്ദ്രയുടെയും, അതായത് നമ്മുടെ ഹോഗറോമോ ഓട്സുത്സുക്കിയുടെ 2 മക്കളാണ് അസുരയും ഇന്ദ്രയും. അവരുടെ 2 പേരുടെയും കൂടെ ആ ഒരു DNA കോമ്പൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഹോഗറോമയുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിക്കണം. സോ അങ്ങനെ ഗ്രാൻഡ് ചെയ്യുന്ന ആ ഒരു റിനഗന് കുറേ യുണീക്ക് പവേഴ്സ് ഉണ്ട്. അതിൽ കുറേ പവേഴ്സാണ് ക്രിയേഷൻ ഓഫ് ഓൾ തിങ്സ് ടെക്നിക്സ്, 6 പാത്ത് ടെക്നിക്സ്. ഇതെല്ലാം നമ്മൾ റിനഗൻ എന്ന് പറയുന്ന വീഡിയോയിൽ തന്നെ ചെയ്തിരിക്കുന്നതായതുകൊണ്ട് എടുത്തു പറയുന്നില്ല. ആ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഐ ബട്ടണിലും കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്തേക്കൂ. സോ എന്നിരുന്നാലും റിനഗൻ അങ്ങനെ ദേവപാത്ത്, അസുരപാത്ത്, ഹ്യൂമൻ പാത്ത്, ആനുവൽ പാത്ത്, പ്രേതപാത്ത്, നരകാപാത്ത് എന്ന് പറയുന്ന കുറേ 6 പാത്ത് ടെക്നിക്കും യുണീക്ക് ഔട്ടർ പാത്തും ഒക്കെ ഉണ്ട്. സോ ഗോഡ്ലി പവർ തന്നെയാണ് റിനഗൻ തരുന്നതെന്ന് സമറൈസ് രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ മക്കളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, ഇന്ദ്രയും അസുരയും. ഇതില് ഇന്ദ്ര ഓട്സുത്സുക്കിയാണ് എൽഡർ സൺ അല്ലെങ്കിൽ മൂത്ത മകൻ. ബ്രില്യൻ്റ് ആണ്, ഗിഫ്റ്റഡ് വിത്ത് നാച്ചുറൽ ടാലന്റ് എന്ന് തന്നെ പറയാം. ഇളയ മകനാണ് അസുര ഓട്സുത്സുക്കി. യങ്ങർ സണ്ണാണ്. ആദ്യം ടാലന്റഡ് ഒന്നും അല്ലായിരുന്നു, ബട്ട് കമ്പാഷനേറ്റ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്ത് ഒരു സ്ട്രോങ് വിൽ ഓഫ് ഹാർട്ടിലൂടെ അദ്ദേഹം ഇന്ദ്രനെ ഓവർ പവർ ചെയ്തെന്ന് തന്നെ പറയാം. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നാറൂട്ടോയുടെ ഡേറ്റാ ബുക്ക് അനുസരിച്ച് ഇന്ദ്ര ഇൻഹെറിറ്റ് ചെയ്തത് ഹോഗറോമയുടെ ഐസ് ആയിരുന്നു, അതായത് സ്പിരിച്വൽ എനർജിയും ജീനിയസ്നെസ്സും. ആൻഡ് അസുര ഇൻഹെറിറ്റ് ചെയ്തത് അവൻ്റെ ബോഡിയായിരുന്നു, അതായത് ലൈഫ് ഫോഴ്സും ലവും. ആൻഡ് ഫൈനലി ഹാഗറോമയ്ക്ക് വയസ്സായി. ഈ ഒരു ടൈമിലാണ് ഹാഗറോമ ഓട്സുത്സുക്കി ആ ഒരു 10 ടൈൽഡ് ബീസ്റ്റിനെ 9 ഡിഫറെൻറ്റ് ടൈൽഡ് ബീസ്റ്റുകളാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മാറ്റുന്നത്. എന്നിട്ട് ഡിഫറെൻറ്റ് വേൾഡിൻ്റെ ഓരോ പാർട്ടിലേക്ക് അങ്ങനെ അവരെ വിടുകയാണ്. സോ ഈ ഒരു ടൈമിൽ ഹാഗറോമ അദ്ദേഹത്തിൻ്റെ സക്സസറായിട്ട് അല്ലെങ്കിൽ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്ത ആൾ തൻ്റെ ഇളയ മകനായിട്ടുള്ള ആഷുറയായിരുന്നു. എല്ലാ കാര്യത്തിലും ഇന്ദ്ര മുന്നിൽ നിൽക്കുകയാണെങ്കിൽ കൂടി ആഷുറയ്ക്കായിരുന്നു കുറച്ച് ലവ് ആൻഡ് ലൈഫ് ഫോഴ്സിനെ വെച്ചുള്ള പവേഴ്സ് കൂടുതലുണ്ടായിരുന്നത്. നമുക്കറിയാമായിരുന്നല്ലോ ഹോഗറോമയ്ക്കും വേണ്ടത് അത് തന്നെയായിരുന്നു, പീസ്, ലവും കോപ്പറേഷനുമായിരുന്നു വേണ്ടത്, അല്ലാതെ അധികാരവും ഭയവുമായിരുന്നില്ല. സോ അങ്ങനെ ഇന്ദ്രയ്ക്ക് അസുരയുടെ ഒരു ജലസി ഉണ്ടായി. അതാണ് യുഗാന്തരോളം ഉച്ചിഹ ക്ലാനും സെഞ്ചു ക്ലാനുമായിട്ടുള്ള ആ ഒരു വൈര്യം വരുന്നത്. അതായത് ഉച്ചിഹ ക്ലാൻ എന്ന് പറയുന്നത് ഇന്ദ്രയുടെ വംശം പിന്തുടരുന്നവരും സെഞ്ചു ക്ലാൻ എന്ന് പറയുന്നത് അസുരയുടെ വംശം പിന്തുടരുന്നവരുമാണ്. ആൻഡ് ഇത് വന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ നാറൂട്ടോയും സാസ്കയിലുമാണ്. സാസ്കെ ഇന്ദ്രയുടെ റീഇൻകാർണേഷനും നാറൂട്ടോ അസുരയുടെ റീഇൻകാർണേഷനുമാണ്. ഇതിനു മുമ്പ് 2 പേര് ഇന്ദ്രയുടെയും അസുരയുടെയും റീഇൻകാർണേഷനായിട്ട് ഡേറ്റാ ബുക്കിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്തേക്കും. അങ്ങനെ അവസാനം നമ്മുടെ ഹോഗറോമോ ആഫ്റ്റർ ലൈഫിൽ എത്തുകയാണ്. ഈ ഒരു സമയത്ത് ഹോഗറോമോ ഒരു ഗൈഡിങ് ഫോഴ്സ് ആയിട്ട് റിമൈൻ ചെയ്തു. അതായത് ഹ്യൂമാനിറ്റീനെ വാച്ച് ചെയ്തുകൊണ്ട് ഫ്ലോ ഓഫ് ചക്രോനെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈൻ ഫോഴ്സ് പോലെ. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ഷിപ്പുദീനിലെ അവസാനത്തെ ആർക്കുണ്ടല്ലോ, 4th ഗ്രേറ്റ് നിഞ്ച വാർ. ആ ഒരു ടൈമിൽ നമ്മുടെ ഹോഗറോമയ്ക്ക് ഒരു സ്പിരിച്വൽ പ്രസൻസ് എന്ന രൂപേണ സീരീസിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് അത്രയും നാൾ ഇമ്പാക്റ്റ് കൊടുത്തിരുന്ന ഹോഗറോമ ഓട്സുത്സുക്കിയുടെ ആ ഒരു ഫുൾ ലെൻഡ് ആയിട്ടുള്ള കുറച്ചെങ്കിലും സ്ക്രീൻ പ്രസൻസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സോ നിയർലി ഡെത്തായി നിൽക്കുന്ന സാസ്കയ്ക്കും നാറൂട്ടോയ്ക്കും അവരുടെ പവർ ഗ്രാൻഡ് ചെയ്യുകയാണ്. 6 പാത്ത് ചക്രയും മറ്റേ നമ്മുടെ റിനഗനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. നാറൂട്ടോയ്ക്ക് യിൻയാങ് റിലീസിൻ്റെ ഹാഫ് ഓഫ് സേജ് ചക്രയും 6 പാത്ത് സേജ് മോഡും കൊടുക്കുമ്പോൾ സാസ്കയ്ക്ക് റിനഗനും 6 ടോമോയും കൊടുക്കുന്നുണ്ട്. സോ കഥാന്തരത്തിൽ ലെഗസി ആൻഡ് ഇമ്പാക്റ്റ് രൂപേണ നമ്മുടെ നോക്കുകയാണെങ്കിൽ ഹോഗറോമോ ഓട്സുത്സുക്കി ഒരു സ്പിരിച്വൽ ആൻസസ്റ്ററായിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് ദ ഫാദർ ഓഫ് നിഞ്ചുറ്റ്സു, ദ സേജ് ഓഫ് 6 പാത്ത്, ദ ഗോഡ് ഫാദർ ഓഫ് ഷിനോബി, അങ്ങനെ പല ടൈറ്റിൽസും പല കാലത്തും പല ദേശങ്ങളിലും ഇദ്ദേഹത്തിനുണ്ട്. അതേപോലെ തന്നെ ഉച്ചിഹ ക്ലാനും സെഞ്ചു ക്ലാനുമായിട്ടുള്ള വൈര്യം ഇദ്ദേഹത്തിൻ്റെ മക്കളിൽ നിന്നുണ്ടായതാണ്. ഹ്യൂഗയും ഓട്സുത്സുക്കിയും ഡിസെൻഡൻസ് ആണെന്നുള്ള കാര്യവും മറക്കരുത്. ഇനി ഇവർ സിംബോളിഫൈ ചെയ്യുന്നത്, അതായത് ഹോഗറോമോ സിംബിളൈസ് ചെയ്യുന്നത് പവറും കമ്പാഷൻ്റെ ഒരു ബാലൻസ് ആണ്. അതായത് ഒറിജിൻ ഓഫ് ചക്ര എന്ന് പറയുന്ന ഒരു സാധനം
നേരിട്ടൊരു ഗിഫ്റ്റുമാകാം, അതേപോലെ തന്നെ ഒരു ശാപം അല്ലെങ്കിൽ കേഴ്സുമാകാം. അതുകൊണ്ട് തന്നെ സൈക്കിൾ ഓഫ് ഹേറ്റ്രഡ് ആൻഡ് ഹോപ്പ് ഹ്യൂമാനിറ്റിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. സോ വൺ ലാസ്റ്റ് ഫൈനൽ വേർഡ് എന്ന രൂപേണ പറയുകയാണെങ്കിൽ ഹീ ഈസ് നോട്ട് ജസ്റ്റ് എ ക്യാരക്ടർ, ഹീ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് നാറൂട്ടോസ് എൻറ്റയർ ഫിലോസഫി എന്ന് തന്നെ പറയാം. അതായത് പവർ അലോൺ കാൺ ബ്രിങ് പീസ്, ഓൺലി അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ. ഇത്രയൊക്കെയാണ് ഹോഗറോമോ ഓട്സുത്സുക്കിയെ പറ്റി എനിക്ക് നിലവിൽ ലഭിച്ച കാര്യങ്ങൾ. ഇത് കൂടുതൽ അറിവ് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ. അടുത്തൊരു നാറൂട്ടോ റിലേറ്റഡ് വീഡിയോ എത്തുന്നതും വരെ ടാറ്റാ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. I told you long ago